ദൈവനാമ മഹത്വത്തിനായി IPC Ebenezer യൂത്ത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഓൾ അമേരിക്കൻ സൈത്തൻ കോൺഫറൻസ് 2013. ഇന്നത്തെ കോൺഫറൻസിൽ ക്ഷണം സ്വീകരിച്ച പല ഏരിയകളിലും ദിക്കുകളിലും മണ്ഡലങ്ങളിലും റീജിയനുകളിലും നിന്നുമായി കടന്നു വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഞാൻ പേര് വിളിക്കുന്നതായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതായിരിക്കുന്ന ഇരിപ്പിടങ്ങൾ വന്ന് ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കസേരകളിൽ പേര് എഴുതിയിരിക്കുന്നതിനാൽ കസേര മാറി ആരും ഇരിക്കില്ലെന്ന് ഓർപ്പിക്കുന്നു. അത് വളരെ പ്രധാനമുള്ളതാകുന്നു. ആദ്യമായി കടന്നു വരുന്നത് മിഡ് വെസ്റ്റ് റീജിയൻ മേഖല പ്രസിഡന്റ് ഡോക്ടർ യൂക്കാലിപ്റ്റസ് എം ക്രിസ്റ്റഫർ. അടുത്തതായി ഒക്ലഹോമ സിറ്റി റീജിയൻ ഡയറക്ടർ ഡോക്ടർ സാന്താ ക്രൂസ് ഡിക്രൂസ. അടുത്തതായി യൂക്കോൺ മണ്ഡലം പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ ലുട്ടാപ്പിയസ് പുട്ടാലു. ഇനി കമ്മിറ്റി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തട്ടെ. പടിഞ്ഞാറ് മേഖല ഭാരവാഹി മിസ്റ്റർ ഡിസൂസ എം ഡാഡ. കിഴക്കൻ മണ്ഡലം കമ്മിറ്റി മെമ്പർ മിസ്റ്റർ ലുക്കാട്രിക്സ് ഡി ഫ്രോസ്റ്റ്. തെക്കൻ വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ഡയോക്ലിസ് മുക്കോട്ടി. അവസാനമായി കോൺഗ്രസിന്റെ മുഖ്യ അതിഥിയെ പരിചയപ്പെടുത്തട്ടെ. അഖില ലോക സാത്താൻ സംഘടനയുടെ ജനറൽ പ്രസിഡന്റും സ്തുത്യർഘ്യ സേവനം കൊണ്ടും പ്രവർത്തന പാഠവും കൊണ്ടും ചരിത്രത്തിന്റെ ഏടുകൾ സുവർണ്ണ ലിപി കുറിച്ച റവറൻഡ് ഡോക്ടർ ഫെർണാണ്ടോ ഉഗാണ്ടോ കുഞ്ഞുമോൻ. എല്ലാ കുട്ടി സാത്താന്മാർക്കും ഈ സാത്താൻ സമ്മേളനത്തിലേക്ക് സ്വാഗതം. 2013 പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തുവാനും നടപ്പ് വർഷം വിശ്വാസികൾക്കെതിരായുള്ള പുത്തൻ കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുവാനും നമ്മുടെ പ്രവേശങ്ങളെ കണ്ട് ഉണരുവാനുമാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2013 ധാരാളം നേട്ടങ്ങൾ നാം കൊയ്ത് കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ഐക്യനാട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വിള നിലമാണ്. പല ഉറച്ച വിശ്വാസികളെ തെറ്റിച്ചു കളഞ്ഞ് പാപത്തിന്റെ പടിപിടിയിൽ തള്ളിയിടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അഹോരാത്രം പ്രവർത്തിച്ച് നമ്മുടെ യശസ് ഉയർത്തിയ എല്ലാവർക്കും എന്റെ നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇനിയും റിപ്പോർട്ട് വായനയിലേക്ക് കടക്കാം. ആദ്യമായി റിപ്പോർട്ട് വായിക്കുവാൻ ഞാൻ മിഡ് വെസ്റ്റ് റീജിയൻ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ യൂക്കാലിപ്റ്റസ് എം ക്രിസ്റ്റഫറിനെ ക്ഷണിക്കുന്നു. എല്ലാ കൂട്ടസാധാരണമാർക്കും എന്റെ കോപ്പുകൾ. 2013 എന്റെ പ്രവർത്തനം ഒരു വൻപിച്ച വിജയമായി. ഭാര്യഭർത്തൃ ബന്ധുക്കൾക്കിടയിൽ സൗന്ദര്യപ്പണങ്ങൾ കൊണ്ടിട്ട് 4 കുടുംബങ്ങളെ ഞാൻ തകർത്തു. അവരിൽ ചിലർ ഏഴുള്ള ആളുകളാണ്. അപ്പോൾ തന്നെ അവർ അതാത് സഭകൾ സജീവ വിശ്വാസികളാണ്. ഇരുന്നൂറ് വിശ്വാസികളെ ഞാൻ കഴിഞ്ഞ വർഷം മുൻകോപികളാക്കി. അവരിപ്പോൾ സഭയിലും വീട്ടിലും ഒരുപോലെ വീറുപ്പാണ്. എന്റെ പ്രവർത്തന വിജയത്തിന് ഏറ്റവും സഹായിച്ചത് ടെലിഫോൺ ആണ്. പ്രാർത്ഥനാനിരതരായ നിരവധി സഹോദര സഹോദരന്മാരുടെ സമയം ഫോണിലൂടെയുള്ള ഏഷണിക്കായി ഞാൻ മാറ്റിയേൽപ്പിച്ചു. സ്ഥാനമോഹികൾക്ക് ഞാൻ അവസരങ്ങൾ വാരി വിതറി നൽകിയപ്പോൾ
പ്രതീക്ഷിക്കാത്തവർ പോലും എന്റെ പോളിയിലായി. അർഹതയില്ലാത്ത ചിലർക്ക് ഞാൻ ഓർഡിനേഷൻ കിട്ടിയപ്പോൾ എന്റെ പണി എളുപ്പമായി. മുൻകാലങ്ങളെക്കാൾ വരുമാനം കൂടിയെങ്കിൽ 2013 500 വിശ്വാസികളെ കൊണ്ട് അവരുടെ ദശാംശം വെട്ടിക്കുറയ്ക്കാൻ എനിക്ക് സാധിച്ചു. കഴിഞ്ഞ ഒരു വർഷം ഒരു ചില്ലിക്കാശ് പോലും ദശാംശം കൊടുക്കാത്ത വിശ്വാസികളെ ഞാൻ ഇതിനകത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. നിരവധി സഹോദരിമാർ ചുരിദാറിന്റെയും സഹോദരന്മാരുടെ ജീൻസിന്റെയും കയറൽ ഞാനാണ് തീരുമാനിച്ചത്. യൗവനക്കാരുടെ ഇടയിൽ എനിക്കിപ്പോൾ വലിയ സ്വാധീനം ചെലുത്തേണ്ട ആവശ്യമില്ല. അവരെ ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് ഉറ്റമിത്രമാക്കി ഞാൻ എന്റെ ചൈത്രയാത്ര തുടരുകയാണ്. അതിനുവേണ്ട ഐപോഡ് ഇവയെല്ലാം നിർലോഭമായ വിശ്വാസങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അവരെ വഴിയാധാരമാക്കിയ ആപ്പിൾ കമ്പനിയോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കട്ടെ. ഈയിടെയായി ചെറുപ്പക്കാരിലേക്ക് ആഭരണത്തിന്റെയും ആഡംബരത്തിന്റെയും ആത്മാവിനെ ഞാൻ അഴിച്ചുവിട്ട് ആത്മീക ജീവിതത്തെ താറുമാറാക്കിയത് 2013 എന്റെ തട്ടുപൊളിപ്പൻ വിജയമാണ്. വെറുതെ ഒന്ന് പ്രശംസിച്ചപ്പോൾ എന്റെ അനുയായികൾ 1500 സഹോദരന്മാരാണ്. പലരുടെയും വരുമാനം വെട്ടിക്കുറച്ചത് വർദ്ധിച്ചത് ആദ്യം എനിക്ക് വെല്ലുവിളിയായി. പിന്നത്തേതിൽ അവർ എന്റെ പിന്നാലെ 2013 ഒരു വൻ വിജയം ആയിരുന്നു എന്ന് ഊന്നി പ്രസ്താവിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുമെങ്കിൽ എന്റെ അറിവുകളൊന്നും പരിചയം. എങ്കിലും എന്റെ പരിശ്രമം ഈ പുതുവർഷത്തിൽ പൂർവാധിക ശക്തിയോടെ തുടരുമെന്നുള്ള ഉറപ്പോടെ ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ആവേശകരവും പൊരുത്തരിപ്പിക്കുന്നതുമായ റിപ്പോർട്ട് സമർപ്പിച്ച നമ്മുടെ മിഡ് വെസ്റ്റ് റീജിയൻ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ യൂക്കാലിപ്റ്റസ് എം ക്രിസ്റ്റഫറിന് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ചേർന്ന് കൈയ്യടി കൊടുക്കാം. വിടുകൽ, നീ നാം ഏൽപ്പിച്ച ദൗത്യമെല്ലാം വളരെ കൃത്യമായി നിർവഹിക്കും. പക്ഷേ നീ പറഞ്ഞ ഒരു കാര്യം മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭക്തരും വിശുദ്ധരുമായ ഒരു കൂട്ടം വിശ്വാസികൾ നിന്റെ അടവ് ഭരിച്ചതല്ലേ? നാണം കെട്ടവൻ, അത് നിന്റെ കുറവാണ്. നീ ഈ നാളുകളിൽ നിന്റെ പരാജയത്തെ കണ്ട് ഉണരേണ്ട ആവശ്യം. 2014 ഇത്തരം വിശ്വാസികളുടെ സാമ്പത്തിക മൽപ്പം കൂട്ടി ഒന്ന് ശ്രമിച്ചു നോക്കണം. ഓക്കെ, ചിലപ്പോൾ അവിടെ വീണേക്കാം. അടുത്തതായി റിപ്പോർട്ട് വായിക്കുവാൻ ഞാൻ വിളിക്കുന്നത് ഒക്ലഹോമ സിറ്റി റീജിയൻ ഡയറക്ടർ ഡോക്ടർ സാന്താക്രൂസ് എം ഡിക്രൂസ. തലവർ ഫെർണാണ്ടോ ഗാണ്ട കുഞ്ഞുമോൻ അവൾക്കും എന്റെ എല്ലാ സാത്താൻ കൂട്ടന്മാർക്കും എന്റെ അഭിവാദ്യങ്ങൾ. 2013 എനിക്ക് വൻ വിജയമായി എന്നിരുന്നാലും പല സംഘടനാ ഭാരവാഹികൾക്കും എന്നോട് നന്ദികൾ കാണിച്ചിട്ടുണ്ട്. 365 ദിവസങ്ങളും എന്റെ കൂടെ തോളിൽ കൈയിട്ട് നടന്നവർ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്കെതിരെ അന്യഭാഷയിലും ശ്വാസനയാലും ഓഭിഷാജ് പ്രാർത്ഥിച്ച് എനിക്ക് വേദന ഉളവാക്കിയെങ്കിലും വേദികളിൽ നിന്ന് ഇറങ്ങി ഉടനെ അവരെന്നെ നെഞ്ചോട് ചേർത്തപ്പോൾ ഞാൻ കൃതാർത്ഥനായി. പല സംഘടനകളും ലക്ഷങ്ങളാണ് എനിക്ക് വേണ്ടി പൊട്ടിച്ചു കളഞ്ഞത്. ഈ വർഷം എന്റെ പ്രവർത്തനങ്ങൾ ഇതിലും വിപുലമാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പായി ഞാൻ സമർപ്പിക്കുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത്രയോടാണ് അതിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം നീ സെയിം റിപ്പോർട്ടാണ് അവിടെ വായിച്ചത്. ഒക്ലഹോമ സിറ്റി വളരെ ഉളക്കൂറുള്ള മണ്ണാണ്, നീ നശിപ്പിച്ചോടാ. അടുത്ത വർഷം ഇതുപോലെ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ ഈ ഉഗാണ്ട കുഞ്ഞുമൊന്നിന്റെ സ്ഥാനഭക്ഷണാക്കും. യൂത്തിനെ എല്ലാം സ്വാധീനിച്ചോണം അടുത്ത വർഷം. അവനാണ് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ. ഈ കുഞ്ഞുമോൻ ഇപ്പോൾ ക്ഷമിക്കുന്നു, ഇനി അത് ഉണ്ടാവില്ല. പറഞ്ഞത് മനസ്സിലാവണം. ഇനി അടുത്തതായി റിപ്പോർട്ട് വായിക്കുവാൻ യുക്കോ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ ലുട്ടാപിയസ് പുട്ടാലുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഭദ്രാസാധിപൻ ഫെർണാണ്ടോ ഗാണ്ടോ കുഞ്ഞുമോൻ അവർകൾക്കും എന്റെ എല്ലാ സാത്താൻ കുട്ടന്മാർക്കും എന്റെ വിനീതമായ കൂപ്പുകൾ. 2013 എനിക്ക് വിജയത്തിന്റെ വർഷമായിരുന്നു. ദശാംശത്തിലും സ്തോത്ര കാഴ്ചയിലും
യുഗോൺ മണ്ഡലത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരുന്ന നിരവധി സഭകളെ ഞാൻ സൃഷ്ടിപ്പിച്ചു. സഭകളിൽ കുത്തിപ്പറയുന്ന സാക്ഷ്യം അതിവിജയകരമായി ആവിഷ്കരിക്കുവാൻ എനിക്ക് സാധിച്ചു. 4 സഭകളിലെ ഐക്യത തല്ലിക്കെടുത്തിയപ്പോൾ ഓരോ സഭയും 14 കഷ്ണങ്ങളാക്കി മാറ്റി എന്നുള്ളത് എന്റെ കിരീടത്തിന്റെ പൊന്തൂവലാണ്. എത്ര ദൂത് കേട്ടാലും അത് ഏറ്റെടുക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം നല്ല അനുയായികൾ യുക്കോൺ സോണിലെ എല്ലാ സഭകളിലും എനിക്കുണ്ട്. എല്ലാവരും ആരാധിക്കുമ്പോൾ വായും പൂട്ടി കൈയുമടിക്കാതെ മസിൽ പിടിച്ചിരിക്കുന്ന എന്റെ ആളുകളെ ഞാൻ നന്ദിയോടെ ഈ സമയം സ്മരിക്കുന്നു. അവരോടൊപ്പം സഭകളിൽ ആരാധനയ്ക്ക് ഇരിക്കുന്നത് എനിക്കൊരു പ്രത്യേക സംതൃപ്തി തന്നെയാണ്. സഭകളെ തകർക്കുന്നതിൽ ജനറൽ ബോഡി എന്നെ സഹായിച്ചത് ചില്ലറ ഒന്നുമല്ല. ആരും മനസാന്തരപ്പെടാത്ത ചില ക്രൂസൈഡുകളിൽ കഴിഞ്ഞ വർഷം ഞാൻ നിറഞ്ഞ മനസ്സോടെയാണ് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ആൾക്കാർ നടത്തിയ ക്രൂസൈഡുകൾ എനിക്ക് വലിയ പ്രശസ്തിയാണ് ഈ നാളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി ഞാൻ പുറത്തിരുന്ന് ആരാധന കണ്ടുകൊണ്ടിരുന്ന പല സഭകളിലും 2013 എനിക്ക് സ്ഥിരം ഇരിപ്പിടം അകത്ത് ലഭിച്ചു. ഈ നേട്ടം എന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് നാഴികക്കല്ലുകളാണ്. പല സഭ നേതാക്കന്മാർക്കും ഞാൻ റവറൻഡും ചുമ്മാ ഡോക്ടറേറ്റ് കൊടുത്തതിനാൽ ഈ കൂട്ടർ എന്നോട് കാണിക്കുന്ന നന്ദി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഈ പറഞ്ഞ വിജയത്തിന്റെ പട്ടികകൾ ഓരോന്നോരോന്നായി നിരത്തിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു പരാജയം ഞാൻ സമ്മതിക്കുന്നു. അടവുകൾ പലതും പയറ്റിയിട്ടും ചില സഭകളിൽ എത്തി നോക്കുവാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് എന്റെ കുറവശമായി ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ഓ സാത്താനേ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ച പല സഭകൾ. അതൊരു സഭയാണ് 5th സ്ട്രീറ്റിലുള്ള IPC എബനേസർ. അവിടെ ശക്തന്മാരായ ദൈവദാസന്മാരുടെ ഒരു നിര തന്നെ ഉള്ളത് കൊണ്ട് അധികമൊന്നും എനിക്ക് ചെയ്യുവാൻ സാധിച്ചില്ല. എങ്കിലും എന്റെ ചില പ്രവർത്തനങ്ങൾ അവിടെ വിജയകരമായിരുന്നു എന്നുള്ളത് ഞാൻ അഭിമാന പുരസ്കാരം. നിങ്ങളുടെ ഉറപ്പിനും വിശ്വാസത്തിനും ഇവിടെ ഞാൻ അത് പ്രസ്താവിക്കുന്നു. അവിടുത്തെ വിശ്വാസികളിലും ദൈവദാസന്മാരിലും സ്വാധീനം ചെലുത്തുവാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു. അവിടുത്തെ എയർ കണ്ടീഷനിൽ ഒരു പണിയം കൊടുത്തു. അത് ഞാൻ അതിന് യോഗ്യനല്ലെങ്കിലും ഈ ഏഴയും പൊടിയുമായ കൃമിക്ക് അത് കഴിഞ്ഞു. അടുത്തതായി മീറ്റിങ്ങുകളിൽ ആളിനെ കുറയ്ക്കുവാനും അവിടുത്തെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന ഒരു പരിധിവരെ മുടക്കുവാനും കഴിഞ്ഞുവെന്നുള്ളത് ഞാൻ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു. എങ്കിലും എന്റെ ഉറക്കം കെടുത്തുന്ന ഒരു വിഷയം, ചിലർ ഉപവാസ പ്രാർത്ഥന സ്ഥിരമായി ആവശ്യപ്പെട്ട് മുമ്പോട്ട് വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവിടെ ആരാധന മധ്യത്തിൽ ഞാൻ സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും അവശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് പലരെയും ഞെട്ടിക്കാറുണ്ട്. അപ്പോൾ തന്നെ കഴിയുന്നിടത്തോളം പ്രൊജക്ടറിലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിലും ഞാൻ അവശബ്ദങ്ങൾ ഇട്ടും അവരുടെ കഴിവിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തിയും അവർ പ്രവർത്തിക്കാറുണ്ട്.
ഈ അടുത്ത സമയത്ത് എന്റെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാസം 2 ഞായറാഴ്ചകളിൽ സ്നോ കാരണം ആരാധന മുടക്കുവാൻ കഴിഞ്ഞുവെന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഒരു പൊന്തൂവലാണ്. അതെനിക്ക് പലപ്പോഴും മനസ്സിന് കുളിർമയേകാറുണ്ട്. ഈ അവസരങ്ങളെ ഒരു ആഘോഷമാക്കി മാറ്റി ഫേസ്ബുക്കിൽ വളരെ സമയം ചെലവഴിച്ച എന്റെ പ്രിയപ്പെട്ട ചില വിദ്വാൻമാരും ഇതിനിടയിലുണ്ട്. അതെനിക്ക് ഒരു തരത്തിൽ ആശ്വാസമായി. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധന മുടക്കാൻ ഞാൻ ആവുന്ന പണി 56 ശ്രമിച്ചു. എന്റെ എതിരാളികളിൽ ചിലരായ ബെന്നി പാപ്പച്ചനും ടീമും അവിടെ കടന്നു വന്ന് ഉപ്പിട്ട് പാത നിരപ്പാക്കിയത് എന്നെ വളരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും അവിടെ മനോഹരമായ ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നു. എങ്കിലും പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിൽ ഞാൻ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിലായി വിജയം കൊയ്ത ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഓപ്പറേഷന്റെ ദൗത്യം IPC എബനേസർ ചർച്ചിന്റെ വാർത്താവിനിമയ സംഭരണ പെട്ടി അല്ലെങ്കിൽ മെയിൽ ബോക്സ് താറുമാറാക്കുക എന്നുള്ളതായിരുന്നു. ഈ ഓപ്പറേഷന് വേണ്ടി ഞാൻ ആരെ അയക്കേണ്ടു അല്ലെങ്കിൽ ആർ എനിക്കായി പോകുമെന്ന് വ്യാകുലപ്പെട്ടപ്പോൾ എന്റെ ആത്മസുഹൃത്തും ചിക്കാഗോ മണ്ഡല പ്രസിഡന്റുമായ റവറൻ ഡോക്ടർ ബ്രാൻഡൻ മാട്രേ ആ ദൗത്യം ഒരു കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് എന്റെ സങ്കേതത്തിൽ തിരിച്ചെത്തി. അദ്ദേഹത്തോട് എന്റെ വ്യക്തിപരമായ പേരിൽ, എന്റെ യുക്കോൺ മണ്ഡലത്തിന്റെ പേരിൽ ഉള്ള അകമഴിഞ്ഞ നന്ദിയെ ഈ നിമിഷം അറിയിച്ചു. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ദൂതന്മാരെ ഈ ദൗത്യത്തിനായി അയച്ചുവെങ്കിൽ ഇത്രത്തോളം ഫലം കഴിയുവാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ കഴിഞ്ഞ ഞായറാഴ്ച തടിമിടുക്കുള്ള ചെറുപ്പക്കാരെ ഇറങ്ങി അത് പുനഃസ്ഥാപിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും അവരുടെ നടുവിന്റെ പ്രദേശങ്ങളിൽ ഒരു ചെറിയ പിടി കൊടുത്ത് ഞാൻ അതിനെ നിഷ്ഫലമാക്കി. ഇതിലെ വിജയം എന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് ഒരു മുതൽക്കൂട്ടാണ്. എങ്കിലും എന്നെ അലട്ടുന്ന ഒരു വിഷയം വരുന്ന ആഴ്ചയിൽ സഭയാൽ 7 ദിവസത്തെ ഉപവാസം ഒരു ക്രമീകരിച്ചിരിക്കും എന്നുള്ളതാണ്. എങ്കിലും ഞാൻ പരാജയനല്ല, ഞാൻ പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധമായ സഹകരണവും ഞാൻ ആ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. അതിനെ ഒരു പരാജയമാക്കി വരും വർഷങ്ങളിൽ എന്റെ ചൈത്രയാത്ര മുമ്പോട്ട് തുടരുമെന്ന് ഈ റിപ്പോർട്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിവിടെ ഉപസംഹരിക്കുന്നു. വളരെ ഗംഭീരമായിരിക്കുന്നു. നമ്മെ കോരിത്തെറിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ഡോക്ടർ ലൂട്ടാപ്പിയസ് കുട്ടാവിന് കൈയടി കൊടുത്താട്ടെ. ഈ റിപ്പോർട്ടുകളെ നാം നോക്കിക്കാണുന്നത് ഒരു വൻ വിജയമായിട്ടാണ്. സംഘടിത ശ്രമങ്ങളിലൂടെ നമ്മുടെ ലക്ഷ്യം നേടുവാൻ കഴിഞ്ഞത് 2013 വലിയൊരു നേട്ടം തന്നെയാണ്. ഓരോ വർഷവും നമ്മുടെ അംഗബലം വർദ്ധിക്കുന്നതിനാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വെല്ലുവിളികളായി ശേഷിക്കുന്ന വിശ്വാസികളും സഭകളുമായിരിക്കണം 2014 നമ്മുടെ ലക്ഷ്യം. ഇനി കിഴക്കൻ മേഖല മണ്ഡലം കമ്മിറ്റി മെമ്പർ മിസ്റ്റർ ലൂക്കാട്രിക്സ് ഡിഫ്രോസ്റ്റിന് വെറുതെ പറയാനുണ്ടോ? നിർത്തണം അതിന്റെ ഇംഗ്ലീഷ്. കുഞ്ഞുമാന്റെ അടുത്താണ് അതിന്റെ ഇംഗ്ലീഷ്. മലയാളത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ കൂട്ടുസാധാരണന്മാർക്കും എന്റെ ഹൃദയങ്ങളുമായ സ്നേഹമാർഗ്ഗങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 2013 എന്ന വർഷം എന്റെ ജീവിതത്തിൽ വളരെ പരാജയത്തിന്റെ ഒരു വർഷമായിരുന്നു. നിങ്ങൾ എനിക്ക് തന്ന ആ ഏരിയ വളരെ പ്രയാസമുള്ളതും
നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുള്ള ഒരു ഏരിയയും ആയിരുന്നു. അതിന് പരാജയത്തെ ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. അവിടെയുള്ള വിശ്വാസികൾ വളരെ പ്രാർത്ഥിക്കുന്നതും ഉപവാസത്തിൽ വിശ്വസിക്കുന്നതുമാണ്. അതുകൊണ്ട് തുടർന്നുള്ള വർഷം എന്റെ പ്രവർത്തനത്തിന്റെ ശൈലി മാറ്റി അവിടെ 100% വിജയം കൊഴിയുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ആരും കൈയടിക്കണ്ട. അടുത്തതായി വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ഡയോക്ലിസ് മുക്കോട്രി വല്ലതും പറയണോ? ബഹുമാനപ്പെട്ട ഉഗാണ്ടോ കുഞ്ഞുമോൾ സാറിനും എല്ലാ സാധാരണ കൂട്ടന്മാർക്കും എന്റെ വിനീതമായ കൂപ്പുകൾ. വിളക്കുടി പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അവിടെ എനിക്ക് പരാജയമാണ് സംഭവിച്ചത്. ആ ഏരിയ വേണ്ട വിധത്തിൽ എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അത്ര വളക്കൂറുള്ള മണ്ണ് ആയിരുന്നില്ല. എല്ലാ ദിവസവും അവിടെയുള്ള വിശ്വാസികൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും ആയിരുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന മിക്കപ്പോഴും അവിടെ നടന്നിരുന്നു. കൃപാവരപ്രാപ്തരായ ദേവദാസന്മാരും വചനപരിജ്ഞാനമുള്ള ദേവദാസന്മാരുടെ സാന്നിധ്യവും അവിടെ ലഭ്യമായിരുന്നു. അവിടെയുള്ള ദൈവജനം വിശുദ്ധ ജീവിതം നയിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആയിരുന്നു. ആയതിനാൽ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും 5% വിജയം പോലും കൈവരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളത് ഞാനിവിടെ കുറവായി കണക്കാക്കുന്നു. ലുട്ടാപ്പി സാറിനെ പോലെയോ മറ്റുള്ള സാധന്മാരെ പോലെയോ എനിക്ക് വിജയം ലഭിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. പുതുവർഷത്തിൽ വിജയ സാധ്യതയുള്ള നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലോ എബനേസർ IPC വിഭാഗത്തിന്റെ മണ്ഡലത്തിലോ എനിക്ക് സീറ്റ് തരണമെന്ന് ഞാൻ ഈ സമയത്ത് ഉഗാണ്ട സാറിനോട് അപേക്ഷിച്ച് ഇരുന്നോളുന്നു. ഇതൊന്നും അത്ര തൃപ്തികരമായ ഉത്തരവല്ല. നമുക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബോധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. കഴിഞ്ഞ വർഷവും നിങ്ങൾ ഇതേ തീരുമാനവും പ്രതിഷ്ഠയും എടുത്തതാണ്. എന്നിട്ട് ഒരു വിശ്വാസി പോലും 2013 തെറ്റിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് ഉത്തരവാദിത്തങ്ങളുടെ അങ്ങേയറ്റമാണ്. ഒന്നുമല്ലെങ്കിൽ വല്ല ചർച്ചിന്റെ എയർ കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് തകർക്കമായിരുന്നു. കേട്ടില്ലേ എന്റെ ഈ മിടുക്കൻ ചെയ്ത പ്രവർത്തികൾ? ഇനി 2014 ഇത്തരത്തിലുള്ള റിപ്പോർട്ടുമായി വരാതിരുന്നാൽ നിനക്ക് നന്ന്. ഈ 2014 നമ്മുടെ ഭാവി പരിപാടി ഇപ്രകാരമായിരിക്കട്ടെ. 2014 നമ്മുടെ വളർച്ച 10 മടങ്ങായി കൂട്ടിയിരിക്കണം. ആ ഒരു ലക്ഷ്യബോധത്തോടുള്ള കർമ്മ പദ്ധതികളായിരിക്കണം 2014 നിങ്ങൾ വിശ്വാസികൾക്കും സഭകൾക്കും ഉപദേശിമാർക്കും നേരെ തയ്യാറാക്കേണ്ടത്. ഇവരെ വളരെ വിസിയുള്ളവരാക്കി ഒറ്റ വർണ്ണത്തിനെയും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുവാൻ അനുവദിക്കരുത്. ഏഷ്യാനെറ്റ് റോക്കു നിർബന്ധമായും വിശ്വാസികൾക്ക് കുറഞ്ഞു തരവ് നിങ്ങൾ പ്രദാനം ചെയ്യണം. അവരുടെ പിന്നാലെ നിങ്ങൾ നടന്ന് അവരെ എത്രത്തോളം ബിസിയാക്കുന്നു അത്രത്തോളം അവർ നമ്മുടെ കൂടിയിലാകും. ഇനിയും IPC എബനേസറിനിട്ട് കൊടുക്കേണ്ട പണിയെ പറ്റി നാം പറയാം. കേൾക്കാൻ റെഡിയാണോ അന്യായികളെ? കൊള്ളാം. 2014 AC കിട്ട് വീണ്ടും പണിയണം. ബ്രദർ OS സണ്ണിയും ടീമും പോസ്റ്റ് ബോക്സ് പുതുക്കിപ്പെടുന്നാൽ കാലിഫോർണിയയിലുള്ള നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സിനെ ഇറക്കി തകർക്കണം. ഇരുമ്പിന്റെ ലെറ്റർ ബോക്സ് വെക്കുവാൻ ബ്രദർ വില്യം ജോഷി എന്ന വ്യക്തിജീവിതം തന്റെ മനസ്സിന്റെ ഉൾത്താരയിൽ ചിന്തിക്കുന്നതായി നാം അറിയുന്നു. പുള്ളിക്ക് പണി പാലും വെള്ളത്തിൽ കൊടുക്കണം. സ്നോയുള്ള ദിവസങ്ങളിൽ സഹായകം വെച്ചാൽ ആരെങ്കിലും തള്ളിയിട്ട് നിലംപരിചാക്കണം. ആന്ത്രതയിൽ പുത്തൻ തീരുമാനമെടുക്കുന്നവരെ നോട്ടം ഇടണം. അടുത്ത ആഴ്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ മാക്സിമം ആൾക്കാരെ വീട്ടിൽ നിർത്തണം. ബാക്കി പ്രാർത്ഥനയ്ക്ക് വരുന്നവരെ ഉറക്കമിട്ട് തളർച്ചയിട്ട് ശ്രദ്ധ മാറ്റിക്കൊള്ളണം. എന്താ ഇതിനെല്ലാം നിങ്ങൾ തയ്യാറാണോ എന്റെ അനിയകളെ? സന്തോഷത്തോടെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് മടങ്ങിപ്പോകാം. എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ അവരുടെ കസേര കൂടി എടുത്തോണ്ട് പോയാൽ അടുത്ത പ്രാവശ്യം ഇരിക്കാൻ ഉപയോഗിക്കാം.
പ്രിയ വിശ്വാസികൾ, ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള സാത്താന്റെ അടിയന്തര കോൺഫറൻസ്. എവിടെ എന്റെ അനുയായികൾ? എല്ലാവരെയും ഞാൻ മുൻകൂട്ടി അറിയിച്ചതാണ്. ആരും മടങ്ങി വന്നില്ല. ഇവിടെ എന്തോ അപകടം ഞാൻ മണക്കുന്നുണ്ടല്ലോ. ഇതിൽ നിന്നും ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവക്കളുടെയും ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മുമ്പിൽ എന്റെ അനുയായികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവരെല്ലാം പട്ടുപോയി. അണികളില്ലാത്ത എനിക്ക് എന്ത് ശക്തി? ഞാനിതാ എന്റെ തോൽവി സമ്മതിച്ചു. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ എന്നെ തന്നെ അടിയറവും പറയും. പ്രിയ ദൈവമക്കളെ, നാം ഈ സ്കിറ്റ് കണ്ടല്ലോ. ഇതിലൂടെയുള്ള നമ്മൾ ഗൃഹസ്ഥമാക്കേണ്ട കാര്യം, സാത്താൻ എപ്പോഴും തോറ്റവനാണ്. അവൻ ഒരിക്കലും വിജയിക്കുന്നവനല്ല. അവൻ എന്നും പരാജിതനാണ്. യേശുവിന്റെ നാമത്തിന് മേലായ നാമമില്ല. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മുടങ്ങും. എല്ലാ നാവും ഏറ്റുപാടും. അവൻ യേശു കർത്താവ്, അവൻ രാജാതി രാജാവ്, അവൻ കർത്താതി കർത്താവ്, അവൻ സകലത്തിന്മേലും അധികാരമുള്ള ദൈവം. അത് നമ്മുടെ യാക്കോബിന്റെ ലേഖനം 4:7 ഇങ്ങനെ പറയുന്നു: ആകയാൽ ദൈവത്തിന് കീഴടങ്ങുകയും പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു. നാം സാത്താന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ കഴിയുന്നതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ പ്രിയ ദൈവജനമേ, ഇത് വെറുതെ സ്കിറ്റായി തള്ളിക്കളയാതെ വരും ദിവസങ്ങൾ പുതുവർഷത്തിൽ ഉപവാസത്തോട് പ്രാർത്ഥനയോട് ഉണർവോടുകൂടെ ദൈവസ്ഥനിൽ വിശുദ്ധിയോടെ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് സാത്താനുമേൽ ജീവിതം നമുക്ക് ജയം നേടാം. നമ്മുടെ യേശു ജീവിക്കുന്നു. നമ്മുടെ യേശു ജയിച്ചവരാണ്. അവൻ എല്ലാ നാമത്തിനും മേലായ നാമമാണ്. എല്ലാ മുഴങ്ങാനും വളർന്ന നാമമാണ്. യേശു വിജയിക്കട്ടെ, യേശു വിജയിക്കട്ടെ, യേശു വിജയിക്കട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ.